ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയനെയും ചീരുവിനെയും ഒന്നിച്ച് കണ്ടതേക്ക് ഒത്തിരി സന്തോഷമാവണം കേട്ടോ. ഈ കാഴ്ച നമ്മുടെ അച്ഛനാണ് കാണേണ്ടത് എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ചീരുവും വിനയനും ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോൾ ദയ പറയാണ്, അമ്പിളി ചേച്ചി രഘുവേട്ടനും ഇപ്പോൾ വന്നു പോയതേ ഉള്ളൂ, എല്ലാവർക്കും കാണാനുള്ള ആ പെർമിഷൻ ഇപ്പോൾ കിട്ടിയോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിനയൻ പറയണ, ഉണ്ട് ദയേ, എല്ലാവർക്കും കാണാനുള്ള പെർമിഷൻ കിട്ടി, ഇനി എനിക്ക് പേടിക്കേണ്ടതില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ മാത്രമേ എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ ചിരി പറയണേ, അച്ഛൻ കാണാൻ വരാത്തത് വരും ദയേ എന്ന് വിനയൻ പറയണേ. കാരണം 2 ദിവസം കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്നും പോവാം. ഞാൻ പോകുന്നത് ഇനി ജയിലിലോട്ടായിരിക്കുമോ? നീ ജയിലിലോട്ടല്ല, നീ വീട്ടിലോട്ടാണ് ഇനി പോകുന്നത്. മിഥുൻ എന്ന് പറയുന്നവൻ കേസ് ഒഴിവാക്കും, പിന്നീട് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ നിൻ്റെ ഈ കേസ് വേണ്ടെന്ന് വെക്കും, ജാമ്യം കിട്ടും. കേസ് നടക്കുകയാണെങ്കിലും എനിക്ക് ജാമ്യം കിട്ടും, നീ പേടിക്കേണ്ടതില്ല ദയേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചീരി പറയണ. പുറത്ത് അമ്പിളി ചേച്ചിയും അനിതേച്ചിയും രാമനാഥനും ശബരിയൊക്കെ നിൽപ്പുണ്ടെന്ന് പറയട്ടെ. അങ്ങനെ അവരുണ്ടാവും അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ഇങ്ങനെ ചീരുവിനോട് പറയണേ, എന്തായാലും ഇനി പേടിക്കാനില്ല, ദയയുടെ കാര്യത്തിൽ ഇനി എല്ലാവർക്കും സമാധാനിക്കുക. ഇനിയിപ്പോൾ അനുപമയുടെ കാര്യം ആലോചിച്ചിട്ടാണ് മാഷിൻ്റെ ടെൻഷൻ, നിൻ്റെ അച്ഛൻ്റെ ടെൻഷൻ, അതിനും എൻ്റെ അടുത്തൊരു പരിഹാരമുണ്ട്. അത് കേട്ട ഉടനെ ചീരി ചോദിക്കുക, എന്ത് പരിഹാരം? അതെ, അന്ന് ഞാൻ അനുപമയുടെ കൂടെ ഞാൻ പോയി എന്നുള്ളത് നിനക്കറിയാലോ. അന്ന് ഞാൻ ഹർഷയുമായി വഴക്കിടുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നു. ആ സമയം അവിടെ ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് അനുപമ യാദൃശികമായി ആണ് ഈ പറയുന്ന ഹർഷയെ തല്ലിയ എന്നുള്ള സുശീലയെ തല്ലിയെന്ന ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയട്ടോ. ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇതുവരെ ആരോടും മിണ്ടാതിരുന്നത്? അല്ല, ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, അനുപമയോട് പറഞ്ഞു. അവൾ പറഞ്ഞത് എന്നോട് ഈ വീഡിയോ ആരോടും പറയണ്ട, ആരോടും കാണിക്കണ്ട എന്ന്. കാരണം എൻ്റെ ഭർത്താവ് ഒരു വീഡിയോയിലൂടെയല്ല എന്നെ വിശ്വസിക്കേണ്ടത്, അയാൾക്ക് സത്യമെന്ന് തോന്നുന്നതിലൂടെയാണ് അയാൾ എന്നെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരർത്ഥം എനിക്കുണ്ടെന്ന് തോന്നി എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം ചീരി പറയണേ, എന്നാലും എന്ന് പറയുമ്പോൾ വിനയം പറയണേ, വീഡിയോ ഞാൻ നശിപ്പിച്ചിട്ടില്ല, പക്ഷേ വീഡിയോയുടെ കാര്യം എൻ്റെ വീട്ടിലോ മറ്റുള്ളവരോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, അനുപമയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിന്നോടാണ് ആദ്യമായി ഞാൻ പറയുന്നത്, അല്ലെങ്കിലും വീഡിയോ എടുക്കാൻ നിങ്ങളൊരു മിടുക്കനാണല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിത് നശിപ്പിച്ച് കളഞ്ഞേക്കാം. അത് കേട്ട ഉടനെ ചിരിച്ചും കൊണ്ട് പറയുന്ന വിനയൻ ഇത് പറയുമ്പോൾ ചിരി പറയുന്നത്, അത് വേണ്ട, അതവിടെ ഇരുന്നേക്ക്, എപ്പോഴെങ്കിലും ഈ വീഡിയോയുടെ ആവശ്യം വരികയാണെങ്കിൽ അപ്പം ഞാൻ പുറത്തെടുക്കാൻ പറഞ്ഞോളാം, അതുവരെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ചിരുവും പറയുന്നു കേട്ടോ. പിന്നീട് മാഷിനെയാണ് കാണിക്കുന്നത്. മാഷിങ്ങനെ ഇരുട്ടത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് സച്ചിയുടെ ഫോൺ കോൾ വരികയാണ്. അങ്ങനെ സച്ചിയുടെ ഫോൺ എടുക്കണേ. അപ്പോൾ മാഷി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, മാഷിൻ്റെ വിലയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, സച്ചി ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. മാഷി ഇപ്പോൾ എവിടെയാണ്? ദാസിൻ്റെ വീട്ടിലാണോ? ഒത്തിരി ദിവസമായി ഞാൻ ഈ വീട്ടിൽ തന്നെയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മാഷെ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്, ഗോകുലുമായുള്ള മഞ്ചാടിയുടെ കല്യാണക്കാര്യം അതിപ്പോൾ എന്തായാലും നടത്തണ്ട, കാരണം നമ്മുടെ മഞ്ചാടി പഠിച്ചതിന് ശേഷം പിന്നീടാവാം ഗോകുലുമായുള്ളൊരു വിവാഹം നടത്തലെന്ന് പറയുമ്പോൾ മാഷ് പറയണേ, നീ എന്നെ വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് നീ എന്നെ രക്ഷിച്ചത്, ഇത് പറയാൻ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു, എന്നാൽ ഞാനങ്ങ് പറയാതെ നീ ഇങ്ങ് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി എന്നൊക്കെ എൻ്റെ മാഷ് പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം സാവിത്രി എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇന്ദു ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ ഫോൺ സംഭാഷണം കഴിഞ്ഞ് സച്ചി സാവിത്രിയുടെ അടുത്തോട്ട് വരുമ്പോൾ സാവിത്രി ചോദിക്കുകയാണ്, എന്താ മാഷ് പറഞ്ഞത്? അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടതുപോലെ അങ്ങയുടെ സംസാരം അവിടെ ഇവിടെയും തൊടാത്ത സംസാരമാണ്, അങ്ങനെ ആ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദു പറയണേ, എന്തായാലും ഗോകുലേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോകുൽ വിളിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. അച്ഛന് വിളിച്ചിട്ടും എടുത്തില്ലല്ലോ, തിരിച്ച് വിളിക്കുകയും ചെയ്യുന്നില്ല, ഈ ഗോകുലേട്ടൻ എവിടെയാണാവോ എന്ന് പറയുമ്പോൾ ഗോകുൽ കയറി വരുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സച്ചി പറയണം, ഇന്നവൻ ബീറിലാണാവോ അതോ ബീറ് മാറ്റി ഹോട്ടലിലോട്ട് മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗോകുൽ പറയണേ, രണ്ടും ഞാൻ മാറിയിട്ടില്ല അച്ഛാ, ഞാൻ എന്നും കുടിക്കുന്നത് പോലെ തന്നെ കുടിച്ചിരിക്കുന്നു, ഇന്ന് ഇപ്പോൾ ഞാൻ ഈ പരതലുണ്ടല്ലോ, അതായത് എൻ്റെ ഈ ഓട്ടമുണ്ടല്ലോ, അത് ഇന്നത്തോടു കൂടി അവസാനമായിരിക്കുന്നു. അപ്പോൾ പോലീസുകാരെ ഏട്ടനെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. ജീവരാജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ? ഇനി അതിൻ്റെ കാര്യത്തിലും കൂടി എനിക്ക് തീരുമാനം എടുക്കാനുണ്ട്, നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയിക്കോളാം, അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ. ഇതേ സമയം സച്ചി ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുക? ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛാ, അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഗോകുലിനോട് നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ, ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോഴേക്കും എന്ത് പറയണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, ഇന്നലെ ഏട്ടൻ ഒഴിഞ്ഞു മാറി, ഇന്ന് ഏട്ടൻ ഒഴിഞ്ഞു മാറാൻ ഞാൻ സമ്മതിക്കില്ല, ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ, ഏട്ടൻ കുളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നത് ശരിയാണ്, കുളിച്ചിട്ട് വാ എന്ന് പറയണ്ട. അങ്ങനെ അമ്മയെ സഹായിക്കാൻ എന്തോ അടുക്കളയിലോട്ടും പോകുന്നു കേട്ടോ. പിന്നീട് അനുപമ ഈ പറയുന്ന രഘു അമ്പിളിയാണ് കാണിക്കുന്നത്. അപ്പോൾ രഘു ചോദിക്കുകയാണ് അനുപമയോട്, കാര്യങ്ങളൊക്കെ അമ്പിളി എന്നോട് പറഞ്ഞില്ലേ,
ഈ പറയുന്നത് പോലെ ദയക്ക് നമ്മുടെ ദയക്ക് ഇനി എപ്പോൾ കാണാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ദയ പുറത്തോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യൂ എന്നിങ്ങനെ പറയുമ്പോൾ ആശ്വാസമായി. നമ്മുടെ ദയയുടെ കാര്യത്തിൽ ഒരു ആശ്വാസമായ അച്ഛന് സമാധാനമാവും. അച്ഛൻ്റെ ഈ ഇരുട്ടത്തിരിക്കുന്ന ആ സ്വഭാവം അച്ഛൻ എന്തായാലും മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രഘു പറയണം അങ്ങനെ സമാധാനമായി എന്ന് പറയാൻ പറ്റില്ല, വേറൊരു പ്രശ്നം കുത്തിപ്പൊങ്കിയിട്ടുണ്ട്. എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുന്നുണ്ട്, എൻ്റെ പ്രശ്നമാണോ? എൻ്റെ പ്രശ്നത്തിൽ അയാൾക്ക് എന്നെ വേണ്ട, എനിക്ക് അയാളെയും വേണ്ട, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പിന്നെ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ചാടി ജീവരാജുമായി വീണ്ടും എന്ന് പറഞ്ഞിട്ട് ആ കഥകൾ പറയാനിട്ടോ. ആ കഥകൾ കേൾക്കുന്നതിനോട് കൂടിയിട്ട് അനുഭവം ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ പെണ്ണിന് എന്തിൻ്റെ കേടാണ്, അവിടെ ഉള്ളിരിപ്പ് എങ്ങനെ അറിയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചിരുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഉള്ളിരിപ്പ് പറയാൻ. അവളിന്ന് ദാസിൻ്റെ മുഖത്തടിച്ച് ഗോകുലിൻ്റെ അച്ഛൻ്റെ മുഖത്തടിച്ചിട്ടാണ് അവൾ പറഞ്ഞത് അവൾക്ക് ഗോകുലിനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. എന്തായാലും ഇന്ന് ചുരി ചോദിക്കുമെന്ന് പറയാൻ കേട്ടോ. പിന്നീട് ചിരുവിനെയാണ് കാണിക്കുന്നത്. ചിരു ഇങ്ങനെ മഞ്ചാടിയോട് സംസാരിക്കുകയാണ്. മഞ്ചാടി നിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ ആവുന്നത്, നമ്മുടെ അച്ഛൻ്റെ കാര്യമൊക്കെ ആലോചിക്കണ്ടേ? അത് ആലോചിക്കുമ്പോഴാണ് എനിക്കും വിഷമം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജീവരാജായിരിക്കും. എന്താണ് മഞ്ചാടി നിൻ്റെ പ്രശ്നം, നീ നമ്മുടെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് ഓർത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഇതുപോലെ പുറത്ത് ആരോടും പറയണ്ട, എന്നോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, പുറത്ത് ആരോടും നീ പറയരുതെന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി, ഞങ്ങളുടെ പ്രണയം തട്ടിമുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോയിക്കോളൂ, ഞങ്ങളിപ്പോൾ വിവാഹം ജീവിതം എന്നൊക്കെ കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ ചിരി പറയുന്ന പഠിത്തത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ല, വിവാഹക്കാരെ നീ ഇവിടെ പറയണ്ട. പക്ഷേ ഞങ്ങളുടെ പ്രണയം ഒരു വഴിക്ക് അങ്ങനെ പോകും. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജീവരാജാണ്, അയാളെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് കേൾക്കുന്ന ചിരി പറയണ എടി ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് ജീവരാജനെ നീ കല്യാണം കഴിക്കുക. ഗോകുലിനെ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ അത് വേണ്ട, അതെല്ലാവരും ഉൾക്കൊള്ളും. പക്ഷേ ജീവരാജനെ കല്യാണം കഴിക്കുന്നതിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ചാടി പറയണേ ഞങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ വരാഞ്ഞാൽ മതി, എൻ്റെ പഠിപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ചീരു ആകെ പ്രതിസന്ധിയിലാവാണ് കേട്ടോ. പിന്നീട് കുഞ്ഞമ്മണിയാണ് കാണിക്കുന്നത്. കുഞ്ഞമ്മ ഇങ്ങനെ സുധൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. സുധ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സുധ അടുക്കളയിൽ ഇങ്ങനെ ഭാര്യയെ സഹായിച്ചും കൊണ്ടിരിക്കുകയാണ് പ്രതിഭയുടെ അമ്മയെ. അങ്ങനെ തേങ്ങ ചിരകുന്ന സുധൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞാണ്, സുധ ഈ പേപ്പറിൽ വെട്ടോ കുത്തോ കഞ്ചാവോ പിടിച്ചു പറിയോ കള്ള അങ്ങനെ എന്തെങ്കിലും മയക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും അറസ്റ്റിലായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല കുഞ്ഞമ്മേ, എന്താ പ്രശ്നം? അല്ല എൻ്റെ പേരക്കുട്ടി അറസ്റ്റിലായോ എന്നറിയാനാ, എന്നാൽ എനിക്ക് ഈ പറയുന്ന എൻ്റെ വീട്ടിലോട്ട് തിരികെ പോകാമെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം സ്വന്തം ചോദിക്കുകയാണല്ലോ സുശീലയുടെ അടുത്തോട്ട് പോയിട്ട് സുശീല എന്താ പറഞ്ഞത്? സുശീലയുടെ അടുത്ത് പോയിട്ട് അവളാകെ കഞ്ഞാണെന്നാണ് പറഞ്ഞത്, അവളുടെ അടുത്ത് ഒന്നുമില്ലത്രേ എന്നിങ്ങനെ പറയുമ്പോൾ അവളെന്നോട് സച്ചിയുടെ സ്വർണത്തെക്കുറിച്ചുള്ള ആ ഒരു തീരുമാനമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അത് മുക്കുബണ്ടം അത്ര. അത് സുശീല പറയുന്നത് കറക്റ്റ് തന്നെയാണ്, അത് മുക്കുബണ്ടം തന്നെ എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. കുഞ്ഞമ്മ പറയാണ്, എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യൂ സുധ. അപ്പോൾ പ്രതിഭയുടെ അമ്മ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധ എന്താ വേണ്ടത്? അതെ, എനിക്ക് ഒരു 2 ലക്ഷം രൂപ കിട്ടുമോ? അതിനെന്താ, അതിനൊരു പണിയുണ്ടല്ലോ. കുഞ്ഞമ്മയുടെ ആധാരം ഉണ്ടെങ്കിൽ ആ ആധാരം ബാങ്കിൽ പണയം വെച്ചാൽ 2 ലക്ഷം രൂപ കിട്ടാവുന്നേ ഉള്ളൂ. അത് ഞാൻ നോക്കിയതാണ്. അത് എൻ്റെ പേരക്കുട്ടിയെയും കൊണ്ട് ബാങ്കിലോട്ട് പോകാൻ പറ്റില്ല. ആ ആധാരം അവനെ എങ്ങനെയെങ്കിലും എടുത്ത് അത് വിൽക്കാനുള്ള പരിപാടി നോക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എൻ്റെ ആധാരം പണയം വെച്ച് എനിക്കൊരു 2 ലക്ഷം രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ അവനെ ആ 2 ലക്ഷം കൊടുത്ത് അവനെ എനിക്ക് ഈ പറമ്പിലും വീട്ടിലും യാതൊരു അവകാശമില്ല എന്നുള്ള ആ ഒരു ഒപ്പിട്ട് തരും. പിന്നീട് എനിക്ക് എൻ്റെ ചിട്ടയുമായി മുന്നോട്ട് ജീവിതം പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം എന്നിങ്ങനെ സുധൻ പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.